ഹായ് എല്ലാവർക്കും ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അരുണാചലിലെ അനിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് വന്നത് ഇവിടെ ഒരു ITBPയുടെ ക്യാമ്പ് കിട്ടി, അവിടെയാണ് തങ്ങിയത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ അവിടെ വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയ കേട്ടോ. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം രാത്രിയായി. ആ ഒരു സമയത്ത് നമ്മൾ അച്ചസോ എത്തി കുറേ അന്വേഷിച്ചായിരുന്നു. അവസാനം കിട്ടിയതാണ് ഒരു ITBP ക്യാമ്പ്. ബാക്കിയുള്ളത് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല, അതുപോലെ ആൾക്കാരൊന്നും കാണാൻ പറ്റിയില്ല. കാരണം ഇവിടെ പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ ഉള്ളിലായിരിക്കും, അതുകൊണ്ട് ആൾക്കാരായിട്ട് അങ്ങനെ അധികം സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ ഏകദേശം ഇങ്ങനെ വന്നപ്പോൾ ഒരു ITBPയുടെ ക്യാമ്പ് കിട്ടി, ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല, കാരണം ഫോഴ്സ് ക്യാമ്പ് ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറയുകയും ചെയ്ത്, അതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുത്തില്ല, ഫോട്ടോസൊന്നും എടുത്തില്ല. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ചിഗു ക്യാമ്പിലേക്കാണ്. ചിഗു കഴിഞ്ഞ് ലാസ്റ്റ് ബ്രൂണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം 30-40 കിലോമീറ്റർ ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനാണ് മക്കളെ. നിങ്ങൾ ഇത് നോക്കിയേ, ഇന്നലെയൊക്കെ ഒരു മഴ ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയായപ്പോൾ. ഇന്നും രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അച്ചസോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു ചെറിയൊരു വില്ലേജാണ്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് കുറച്ച് മാറിയാണ് ഇപ്പോൾ നിൽക്കണത്. കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ അത്രയും വേറൊരു ലൊക്കേഷൻ വരില്ല കേട്ടോ. ഇത് നോക്കി എന്ത് കിട്ടില്ല ലാൻഡ്സ്കേപ്പും, അതുപോലെ തന്നെ ആ ഒരു മലനിരകളൊക്കെ ഇങ്ങനെ കോട വന്നിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. പക്ഷെ എൻ്റെ മോനെ, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നല്ല. കുറച്ചാൾ ഇവിടെ ഇങ്ങനെ ഇന്ന് ഈ ഒരു ഫീലിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കടകൾ പണിയുണ്ട്, അതുപോലെ തന്നെ ഈ കാണാനൊക്കെ ഹോം സ്റ്റേ കേട്ടോ. ഇതിൻ്റെയൊക്കെ പണി ഇങ്ങനെ നടന്നിരിക്കുന്നതാണ്. ശരിക്കും ഇനി നിങ്ങൾക്ക് ചിഗു പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ഹോം സ്റ്റേ ഉണ്ട്, അതുപോലെ തന്നെ ബ്രൂണിയിലും ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ചിഗു എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കണ്ടില്ലേ, ചിഗു 18 കിലോമീറ്റർ, ബ്രൂണി ഇവിടെ കിലോമീറ്റർ കൊടുത്തിട്ടില്ല കേട്ടോ. ബ്രൂണിന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഏരിയ നിന്നാണ് വന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ചിഗു അതുപോലെ തന്നെ ബ്രൂണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമുക്കിത് ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് മത്തു വാട്ടർഫാൾ കേട്ടോ. നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇതിലൂടെ വഴിയില്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ കറങ്ങി, കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബോർഡ് ഉണ്ടല്ലേ, 2 ഡീവിയേഷൻ. ആ ഒരു ഡീവിയേഷൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വേണം കേട്ടോ വരാൻ വേണ്ടി. ഈ കാണുന്നതാണ് മത്തു വാട്ടർഫാൾ. അതിൻ്റെ ലോങ് വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് പോകണമെങ്കിൽ നമ്മൾ നദി ക്രോസ് ചെയ്ത് വേണം പോകാൻ. നദി ക്രോസ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല എന്താ പറയുക, ഈ വഴി കൂടെ പോകാൻ പറ്റില്ല എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാട്ടോ. കാരണം നമുക്ക് കറങ്ങി തന്നെ പോകേണ്ടി വരും. ഇൻ കേസ് ഇവിടുന്ന് വല്ല ക്രോസിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രിഡ്ജോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ബ്രൂണി കണ്ടിട്ട് ഈ ഒരു വഴി ഇറങ്ങാമെന്ന് വെച്ചിട്ടാ. സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴും ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്രൂണി കറങ്ങിയിട്ട് തിരിച്ച് വന്ന വഴി ഇതിലൂടെ എന്തെങ്കിലും റൂട്ട് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങി വരാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അവിടെ പിന്നെ അതുപോലെ തന്നെ റിസോർട്ടുകളുണ്ട് കേട്ടോ. നോക്കിയേ, അത്യാവശ്യം ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്, അതായത് അനിനി വന്ന ആൾക്കാർ താമസിക്കുന്നത് കൂടുതലും അനിനിയിലല്ല, ഇതേപോലെ ചിഗുവിലായിരിക്കും അല്ലെങ്കിൽ അച്ചസോയിലായിരിക്കും. മിക്കവാറും ചിഗുലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ഇന്ന് തന്നെ ഇവർക്ക് രാവിലെ എണീക്കുമ്പോൾ ഈ കിടിലം കാഴ്ചയും കണ്ട് വല്ലാത്തൊരു സമാധാനമുള്ള ഏരിയ കേട്ടോ. അനിനി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗണും കൂടെയാണ് കേട്ടോ, അതുപോലെ വില്ലേജും കൂടെയാണ്. അതിനേക്കാളും കൂടുതൽ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത് ഇതേപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും. നിങ്ങളും അതേപോലെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട് കേട്ടോ. പല സ്ഥലത്തും പലതായിട്ടുള്ള റേറ്റാണ്. 1000, 2000, 3000, 4000, 10000 രൂപ വരെ എന്നെ ഹോം സ്റ്റേകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അതുപോലെ ഫുഡിനൊക്കെ ഭയങ്കര വിലയാണ്. നമ്മൾ കൂടുതലും ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ പതിവ്, അത് കാരണം നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോണ്. അതുപോലെ തന്നെ ഇത് നോക്കി, ഈ കാണുന്നത് മിഥുനാണ്. ഇവിടെ എവിടെ ചെന്നാലും മിഥുന ഒരുപാട് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും പയ്യെ അങ്ങോട്ട് പോകട്ടോ. മധു വാട്ടർഫാൾ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ പോവും, അല്ലെങ്കിൽ റിട്ടേൺ പോകണമെങ്കിൽ അങ്ങനെ കറങ്ങി വരും കേട്ടോ. ഇതാണ് മധു വാട്ടർഫാൾ പോകുന്ന റൂട്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ഒരു ഡിവിയേഷൻ പോകണം. പക്ഷെ അവിടെ ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ പണി നടന്നിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റൂട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ബ്രിഡ്ജ് പൊളിഞ്ഞു പോയി. അപ്പോൾ എന്തോ പുതിയ ബ്രിഡ്ജ് പണിയണമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇവിടെ എന്തോ സൗണ്ട് കേട്ടോ ബ്രിഡ്ജ് പണിയണതിൻ്റെ. അതുപോലെ തന്നെ ഈ ഒരു റൂട്ട് നമ്മൾ നേരെ പോണത് ചിഗുവിലേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് വന്ന വഴിക്കൊന്ന് പോയി നോക്കും. ഇൻ കേസ് പോകാൻ പറ്റുമെങ്കിൽ ഇതിലൂടെ നമ്മൾ സൈക്കിൾ എടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ, കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴിക്ക് 2 ബോർഡ് ഉണ്ടല്ലേ, ആ ഒരു ബോർഡ് റൈറ്റ് എടുത്താണ് നമ്മൾ വന്നത്, ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ കറങ്ങി വരും ഇത് കാണാൻ വേണ്ടി. അങ്ങനെയാണ് ഇതുവരെ പ്ലാൻ ആക്കിയേക്കണേ കേട്ടോ. സത്യം പറഞ്ഞാൽ എന്ത് ഭംഗിയാണല്ലേ ഈ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടി. നല്ല കിടിലം വ്യൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചിഗുവിലേക്ക് പോകാം കേട്ടോ.
നമ്മളെ ചിക്കുലേക്ക് പോണ റൂട്ടാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ടാറിങ് ചെയ്ത നല്ല കിടില റോഡാണ്. പക്ഷേ വൺ വേ ആണ് കേട്ടോ. വൺ വേ എന്ന് പറയുന്നത് ഒറ്റ ചെറിയൊരു റൂട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകും. പക്ഷേ വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇതാണ് അവസ്ഥ കേട്ടോ. ചെറിയൊരു റോഡാണ്, പക്ഷേ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഇത്ര നേരമായിട്ട് വണ്ടികളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ടൂറിസ്റ്റുകൾ പോണ റൂട്ടാണ്. നമ്മുടെ സൈക്കിൾ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കി, എന്ത് കിട്ടുന്ന ലൊക്കേഷനാണല്ലേ. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടൊക്കെ ഇതേപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഈ ഒരു റൂട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരിക്കും പോണത്. അതുപോലെ തന്നെ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന കിളികളുടെ സൗണ്ട് കേട്ടോ. കണ്ടില്ലേ, കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ ഭയങ്കര സമാധാനമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ ഈ ഒരു റൂട്ടിൽ റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് തീരെ ഇല്ല. നെറ്റ്വർക്ക് ചെറിയ രീതിയിൽ കിട്ടും, പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നെറ്റ്വർക്ക് ഒട്ടും കിട്ടില്ല. എയർടെൽ ആയിക്കോട്ടെ ജിയോ ആയിക്കോട്ടെ ഒന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾ മറ്റുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുക, അവരും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചൂവിലേക്ക് പോകട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ വന്ന് ഡിബാങ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അവിടെ എത്തിയിട്ടാ. ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ആരെയും കാണാനില്ല കേട്ടോ, അതിലുണ്ടാകുന്നറിയില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് ആണെങ്കിൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും തോന്നണ്ട. ഇവിടേക്ക് എന്തൊക്കെയോ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം അടച്ചിട്ടേക്കണേണ് അല്ലേ. പക്ഷേ ഈ ഒരു മലനിരകൾ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. എൻ്റെ മോനെ, ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ, അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാലും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഡിബാങ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടാ. അപ്പോൾ എൻ്റെ ഫുഡ് ഇന്നത്തെ ഞാൻ കാണിച്ചു തരാം. ഉച്ചക്കത്തുള്ള ഫുഡാണ്. രാവിലെ നമ്മൾ ITBP ക്യാമ്പിൽ നിന്നാണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ചത് ആ ഒരു ITBP ക്യാമ്പിലാണ്. അവിടുത്തെ വീഡിയോസ് എടുത്തില്ല. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം പൊതിഞ്ഞ് തന്നു വിട്ടേട്ടാ. എൻ്റെ കയ്യിലുള്ളത് ചപ്പാത്തി ഉണ്ട്, കുറേ ഉണ്ട് ചപ്പാത്തി. പിന്നെ അതുപോലെ ഇതൊരു പപ്പായല്ല, ഇത് നമ്മുടെ മത്തങ്ങ കറിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് കേട്ടാ. അത്യാവശ്യം എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ എടുത്ത് മടക്കുക. ഇത് കഴിച്ചിട്ട് പോകട്ടാ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ല പോകണമെങ്കിൽ. അവരെന്തായാലും പാർസൽ തന്നിട്ട് വന്നേട്ടാ, അല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി പോകാനാ. നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല അടിപൊളി ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ, അവിടെ ഒരു കിട്ടില്ല വെള്ളച്ചാട്ടം ഒഴിക്കണമെങ്കിൽ ചേട്ടാ. അവിടെ മാത്രമല്ല കേട്ടോ, അതിൻ്റെ മേലുണ്ട് ചെറുത്. പക്ഷേ ഇത് കുറച്ച് വലുതാണ്ടാ. നമ്മളിങ്ങനെ സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഓരോരോ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ രീതിയിൽ, കണ്ടില്ലേ. എല്ലായിടത്തും ഉണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുകി മേളിൽ നിന്ന് തന്നെ ഉണ്ട്. ഇത് കാണാൻ തന്നെ വല്ലാത്ത ഭംഗിയാണ്ട്. ഇപ്പോഴും മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കണേണ്. ഇനി ഏകദേശം 27 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രൂണി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടോ. നമ്മളങ്ങനെ ഏകദേശം ചിഗു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേട്ടാ. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഈ മരം വീണ് എടുക്കണുണ്ടല്ലേ. ഇതെനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ടാകുന്നുണ്ട് ഒരാഴ്ച മുമ്പ് എന്തോർന്ന്. അപ്പോൾ ഇവിടെ വന്ന വഴിക്കൊക്കെ എല്ലായിടത്തും ഇതേപോലെ മരം വീണെടുക്കണ്ട. അപ്പോൾ എന്നോട് ഇവിടെ നമ്മൾ പോണ റൂട്ടൊക്കെ എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ മരം വീണെടുക്കണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് മരങ്ങളെല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് വീണാന്നാണ് പറഞ്ഞു കേട്ടേട്ടാ. അല്ലാണ്ട് ഇവർ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ സ്ലൈഡിങ് ഉണ്ടായിട്ട് വീണതാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ചിഗുലെത്തുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന റിസോർട്ടാണ്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങളും ഇതിൽ കണ്ടിട്ടുണ്ടാവും, റീൽസും അതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്നുള്ള വ്യൂവും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കി, നമ്മൾ നേരത്തെ കണ്ടൊരു വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ ലോങ് വ്യൂ ആണ് നമ്മൾ കണ്ടേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും അടുത്തായിട്ട് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവരിവിടെ ഹട്ട് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാണ്ട്. റിസോർട്ടിൻ്റെ പേരാണ് ചിഗു ഇക്കോ ക്യാമ്പ് കേട്ടോ. ഗൈഡ് ലൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്ത് നല്ല ഫുഡ് അലൗഡ് അല്ല, അതുപോലെ തന്നെ ടെൻറ്റ് അലൗഡ് അല്ല. അങ്ങനെ 8 മണിക്ക് മുമ്പ് ഗസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്നോന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ക്ലോസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ മഴ പൊടിയുണ്ട് നല്ല രീതിയിൽ. ആ ഒരു വെള്ളച്ചാട്ടം നല്ല രീതിയിലാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ചിഗു ക്യാമ്പ് എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിൽ എത്തിയേട്ടാ. അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെയാണ്.
ഇത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു റിസോർട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഈ കാണുന്ന ഇതിനാണെങ്കിൽ ഡിലക്സ് റൂം എന്തോ ആണെന്നോ 2 പേർക്ക് കിടക്കാൻ പറ്റുമെന്നാണെന്ന് പറയുന്നത്. അതായത് 2 റൂമുണ്ട്, അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഏകദേശം 7,000 രൂപ കേട്ടോ. അതുപോലെ തന്നെ ഈ കാണാക്കിൽ ഇതൊക്കെ ആണെങ്കിൽ 3,000 രൂപ ആവുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പുറത്തുള്ള ഫുഡ് അലൗഡ് അല്ല, അതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, ക്യാമ്പിങ് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ വന്നപ്പോൾ പെട്ടുപോയി, മഴ പെയ്ത്. പക്ഷേ ഇവിടെ ഒരു പരിചയമുള്ള ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ആള് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സെറ്റ് ആവുമായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈക്കിളൊക്കെ നനഞ്ഞിരിക്കണേ കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വന്നിരിക്കണേ കേട്ടോ. നമ്മുടെ നല്ല ലോങ്ങിൽ നിന്നാണ് ഇത് കണ്ടത്. ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ല. ഇവിടെ അതുപോലെ തന്നെ ഒരു ട്രീ ഹട്ട് ഉണ്ട് കേട്ടോ. ഇതും അടിപൊളിയാണ്. ഇതൊരു ഡൈനിങ് സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഹട്ട് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ചെറിയ ഷെഡ് പോലെ വെച്ചേക്കണത്. ഇതും കാണാൻ അടിപൊളിയാണ്. ഇപ്പം എന്താവുന്നൊരു പിടുത്തമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് താമസിക്കണുണ്ടല്ല, ടെൻ്റ് അടിച്ചല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു റൂം, ഈ ഒരു കോട്ടേജ് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു കോട്ടേജിൽ ഒരു റൂം നമുക്ക് കിട്ടിയേട്ടാ. അത് നമുക്ക് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റോയിങ്ങിൽ വെച്ച് കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടിയതാണ്. അപ്പോൾ അവരിവിടെ ഞാൻ പറഞ്ഞ ഒരാൾ അറിയാമെന്ന് പറഞ്ഞില്ലേ, പുള്ളിനെ കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു ഇവിടെ തങ്ങാമെന്ന് പറഞ്ഞതാണ്. കാരണം വേറൊന്നുമില്ല, മറ്റവർ ഓൾറെഡി പുള്ളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവൻ വരുമ്പോൾ എനിക്കുള്ള താമസ സൗകര്യവും കാര്യങ്ങളും കൊടുക്കണം, അതിനുള്ള പേയ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവസാനം കിട്ടിയൊരു മുറിയാട്ടാ. ഞാനപ്പോൾ അവരോട് വീണ്ടും പറഞ്ഞത് എനിക്ക് ടെൻ്റ് അടിക്കാൻ സ്പേസ് മതി, വേറെ ഒന്നും വേണ്ട. കാരണം മഴയുണ്ട്, എന്തെങ്കിലും ചെറിയൊരു ഷെൽട്ടർ കിട്ടിയാൽ അതല്ല, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാം, ഒരു കുഴപ്പമില്ല. എൻ്റെ ടെൻറ്റ് ഓൾറെഡി കീറിയിരിക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവസാനം അവർ പറഞ്ഞ് അവർ പേ ചെയ്തിട്ടുണ്ട്, ഈ ഒരു റൂമിൽ നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത്. നല്ല അടിപൊളി സെറ്റപ്പ് വേണ്ട, ചെറിയൊരു കോട്ടേജാണ്. ഇതിനൊരു ദിവസം എനിക്ക് തോന്നുന്നു 3,000 രൂപ ഈ ഒരു ചെറിയൊരു സെറ്റപ്പിന്. പക്ഷെ ഇത് വല്ലാത്തൊരു ആംബിയൻസ് ഉള്ളൊരു കോട്ടേജാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം, അതായത് ഈ ഒരു ചിക്കു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ചിക്കു ക്യാമ്പ് എന്ന് പറഞ്ഞൊരു കോട്ടേജ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഹോം സ്റ്റേകളോ കാര്യങ്ങളോ ഒന്നുമില്ല, കടകൾ പോലുമില്ല, വീടുകൾ പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ടാ, ഇതിൻ്റെ ഉള്ളിലൊരു ബാത്റൂം ഉണ്ട്, ഉണ്ടല്ലേ, ഇതാണ്ടാ ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇതുണ്ട്. പിന്നെ നമ്മൾ പൈപ്പ് ഉണ്ട് കേട്ടോ കുളിക്കാനൊക്കെ വേണ്ടി. ചെറിയൊരു സെറ്റപ്പിൽ ഇവരിങ്ങനെ ഒതുക്കി എല്ലാം സെറ്റാക്കി വെച്ചിങ്ങനെയാണ്. അത് തന്നെ കൊള്ളാട്ടോ. ഇത് ഫുള്ള് മരം വെച്ച് പണിതാണ്. അതിൻ്റെ മേലിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴയൊന്നും അടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറില്ല കേട്ടോ. എന്തായാലും കൊള്ളാമല്ലേ സംഭവം.